ഹലോ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്ത ഒരു മസൂർ ദാൽ കറിയാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് മസൂർ ദാൽ, സാമ്പാർ പരിപ്പല്ല. ഇതിനെ നമുക്ക് നന്നായിട്ട് ഞാൻ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് പാകത്തിന് നമ്മളിത് ഒരു ടീസ്പൂൺ മഞ്ഞളും 1.5 ടീസ്പൂൺ കാശ്മീരി മുളകും ഇട്ട് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അതായത് ഇത് കുക്കറിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് എളുപ്പം വെന്ത് കിട്ടുന്ന ഒരു ഡാലാണ്. അപ്പം നമ്മളിപ്പോൾ മഞ്ഞളിട്ടു, ഇനിയിപ്പം കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് അങ്ങനെ അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് വേവിച്ച് ഇപ്പോൾ അടുപ്പത്തിരുന്ന് തിളക്കിയാണ്. അതിലോട്ട് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇതിൽ പാകത്തിന് ഉപ്പിട്ട്, ഇനിയിപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഞാൻ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുകും ഉഴുന്നും പരിപ്പും, ഈ ഉഴുന്നും പരിപ്പൊക്കെ വേണ്ടാത്തവർക്ക് ഇടണ്ട കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ കടുവറുക്കുന്നതിലും സീസണിങ് ചെയ്യുന്നതിൽ ഉഴുന്നും പരിപ്പ്, ഇത് ഒരു ടാമിൾ സ്റ്റൈലാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സ്റ്റൈലാണ്, രീതിയാണ്. എല്ലാത്തിലും അവരിതിടും, അവരുടെ അമ്മ ഇടുന്നുണ്ട്. അപ്പോൾ ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഞങ്ങൾ സാധാരണ ഇടാറുണ്ട്. അപ്പോൾ ഇത് വേണ്ട, ഇതിൽ നിങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ഇടും. സവാള അത് നൈസായിട്ട് അരിഞ്ഞ് സവാളയും പച്ചമുളകും ഇട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി നന്നായിട്ട് എടുക്കുക. പക്ഷേ വഴറ്റണയെല്ലാം ഞാനതിൽ കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് വഴറ്റുമ്പോൾ ഞാനിതിലൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കാര്യം അത് വേണ്ടാത്തവർക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വെന്ത പരിപ്പ് ഇതിലോട്ട് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾ ഇട്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആവശ്യമുള്ളവർക്ക്, അത് ഇല്ലാത്തവർക്ക് അത് ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി, ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. സൂപ്പർ കറിയാണ്. നമ്മൾ മല്ലിയിലയും കൂടെയൊക്കെ ഒന്ന് വിതറി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അത്രേ വേണ്ടുള്ളൂ. നല്ല കട്ടിയായിട്ട് വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് തിളപ്പിച്ച് കട്ടിയായിട്ട് എടുക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.